ഹലോ നമസ്കാരം. അമേരിക്കയിൽ സ്പ്രിംഗ് സീസണിലേക്ക് കടന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും മനസ്സിലേക്ക് ആദ്യം വരിക ചെറി ബ്ലോസം പൂക്കളാണല്ലേ. അപ്പോൾ അതേ നമ്മൾ ചെറി ബ്ലോസം കാണാൻ വേണ്ടി പോവുകയാണ്. എന്താ പറയുക, എല്ലായിടത്തും ഉണ്ട് ഈ മരങ്ങൾ. ഇപ്പോൾ നമ്മൾ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എല്ലായിടത്തും ഉണ്ട് ആ മരങ്ങളും പൂക്കളും. പിന്നെ വഴിയോരങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. എങ്കിലും മുറ്റത്തെ മുല്ലക്ക് മണമില്ല എന്ന് പറഞ്ഞ പോലെ അതൊന്നും കാണാതെ നമ്മളെല്ലാവരും പാർക്കിലാ ഗാർഡനിലൊക്കെ പോയി കാണും. അതുപോലെ തന്നെ ഞങ്ങൾ കാണാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ എന്നൊക്കെ പറയാൻ ഉണ്ട് കേട്ടോ, പക്ഷേ ഇങ്ങനെ ഒറ്റയും തെറ്റയൊക്കെ ആയിട്ട് ഓരോ മരങ്ങളല്ലേ ഉള്ളൂ. ഇത് കൂട്ടമായിട്ട് നിൽക്കണ കാണാനല്ലേ നല്ല ഭംഗി. അപ്പോൾ അതുകൊണ്ടാട്ടോ നമ്മൾ അത് കാണാൻ വേണ്ടി പോണത്. ഇതിങ്ങനെ ഒരു എന്താ പറയുക, ഒരു ഗ്രൗണ്ട് മൊത്തം, ഗ്രൗണ്ടല്ല ഒരു പാർക്ക് മൊത്തത്തിൽ ഇങ്ങനെ നിറഞ്ഞിങ്ങനെ പൂക്കൾ നിൽക്കുമ്പോൾ അതിൻ്റെ ഭംഗി ഒരു വേറെ തന്നെയാണല്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് പോയി നോക്കാം. നമ്മൾ കഴിഞ്ഞ വർഷവും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണ ഒന്ന് പോകാമെന്ന് വിചാരിച്ച്. നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, പൂക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്തായാലും ഇത് മിസ് ചെയ്യാൻ പറ്റൂല. ഈ ചെറി ബ്ലോസം പൂക്കൾ കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു വർഷം അടിപൊളിയായിരിക്കും, നല്ല കാര്യങ്ങളൊക്കെ നടക്കും എന്നൊക്കെയാണ് ഇങ്ങനെ പറയണത്. അപ്പോൾ എന്തായാലും എന്തിനാ നമ്മളതങ്ങനെ മിസ്സാക്കണം, നമുക്ക് പോയി കാണാം. ഞാൻ കാണുന്നതിലൂടെ നിങ്ങളെയും കൂടി കാണിക്കാമല്ലോ. അപ്പം നിങ്ങൾക്കും ഈ വർഷത്തിൽ നല്ല കാര്യങ്ങളൊക്കെ നടക്കട്ടെ അല്ലേ. അപ്പോൾ അതേ ഞാൻ ഈ ഇൻട്രോ എടുക്കണ ഈ ഭാഗത്തൊക്കെ ഉണ്ട് കേട്ടോ ചെറി ബ്ലോസം പൂക്കൾ ഇങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കേണ്ടത്. ഇത് കണ്ട വൈറ്റ് പിങ്ക്, ഡാർക്ക് പിങ്ക് അങ്ങനെയൊക്കെയാണ് ഇത് തന്നെ. അപ്പം നമുക്ക് പോണ വഴിയിലും ചിലപ്പോൾ വഴിയിലൊക്കെ കാണാൻ പറ്റും ഇതിൻ്റെ മരങ്ങൾ. എന്തായാലും നമുക്ക് നോക്കാം. ഇവിടെയൊക്കെ ഇങ്ങനെ ഇതേ പച്ചപ്പൊക്കെ ആയി തുടങ്ങി. നോക്കിയേ, അടിപൊളിയല്ലേ. ആ ഉണങ്ങിയയിൽ നിന്നും ഇപ്പോൾ ഇലകളൊക്കെ വന്നപ്പോൾ ഒരു പ്രത്യേക ഭംഗിയായിട്ടോ. നമുക്ക് റൂമിൽ നിന്ന് കാണുമ്പോൾ തന്നെ നല്ല രസം കാണാനായിട്ട്. എല്ലാവരും ഫ്ലോറിഡ യാത്രയുടെ വീഡിയോസൊക്കെ കണ്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നണത്. കുറേ പേരൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കിട്ടാ. നമ്മളൊരു 6 ദിവസത്തേക്ക് ഒരു റോഡ് ട്രിപ്പ് പോയതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അടിപൊളി യാത്രയായിരുന്നു ഫ്ലോറിഡയിൽ പോയത്. അതിൽ ഡിസ്നി വേൾഡിൽ പോയത് എൻ്റെ പൊന്നെ മറക്കാൻ പറ്റൂലടാ, അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് ടയേർഡായിട്ടുള്ളൊരു ദിവസവും കൂടിയായിരുന്നു. അതൊക്കെ ശരിക്കും അത് കാണേണ്ട കാഴ്ച തന്നെയാണ് കേട്ടോ. ഡിസ്നി വേൾഡിൽ ആ റൈഡ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആ അവതാറാണ്. അടിപൊളിയായിരുന്നു. അതൊക്കെ കയറിയില്ലായിരുന്നെങ്കിൽ മിസ്സായി പോയനാ. മണിക്കൂറുകളോളം നമ്മൾ ക്യൂ നിന്ന് കയറിയിട്ടുള്ളൊരു റൈഡാണ്. എന്തായാലും ആ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാൻ പറ്റും. കാണാത്തവർക്ക് വേണ്ടിയിട്ടാണോ ഞാൻ പറഞ്ഞത്. എന്തായാലും പോയി കണ്ടു നോക്കാം. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും നമുക്ക് ചെറി ബ്ലോസം പൂക്കൾ കാണാം. ഇതേ നോക്കിക്കണ്ടേ നമ്മുടെ കാറ്റ്. കണ്ട അടിപൊളിയല്ലേ, വൈറ്റ് കളറിലെ പൂക്കൾ. ഇതൊക്കെ തന്നെയാണ് ഈ ചെറി ബ്ലോസം പൂക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാണിച്ചു തരാം. ഇനിയിപ്പോൾ അവിടെ ചെല്ലുമ്പോൾ കാണാമല്ല, ഇതിൻ്റെ ചാകരയായിരിക്കും. അമേരിക്കയിലെ ഏറ്റവും കൂടുതൽ ചെറി ബ്ലോസം കളക്ഷനുകളിൽ ഒന്നായ ന്യൂജേഴ്സിയിലെ ബ്രാഞ്ച് ബ്രൂക്ക് പാർക്കിലാണ് കേട്ടോ നമ്മളിന്ന് പോകുന്നത്. കഴിഞ്ഞ തവണ നമ്മൾ അവിടെ തന്നെയാണ് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേങ്കിൽ ഇത്തവണ നമ്മൾ വേറെ ഏരിയയിലേക്കാണ് കേട്ടോ പോണേ. കാരണം വെച്ചാൽ ഒരുപാട് ഏക്കർ കണക്കിനുള്ളൊരു പാർക്കാണ്. അവിടെ 5000-ൽ പരം ചെറി ബ്ലോസം മരങ്ങളുണ്ടെന്നൊക്കെയാണ് പറയണത്. മാത്രമല്ല 16 ഇനങ്ങളുണ്ടെന്നും പറയുന്നുണ്ട്. അപ്പോൾ അതിൽ അന്ന് പോയ ആ ഒരു ഏരിയയിൽ തന്നെ പോയാൽ അതിലൊരു രസമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ പാർക്കിൻ്റെ തന്നെ വേറൊരു ഏരിയ ഉണ്ട്. അതായത് പല പല എൻട്രൻസുകൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവിടെ ബിസിനസ് സെൻ്റർ എന്നും പറഞ്ഞ ഒരു ഏരിയ ഉണ്ട്. അപ്പോൾ അങ്ങോട്ടാണോ നമ്മൾ പോണത്. നോക്കാം അവിടെ എന്താണ് അവസ്ഥ എന്നുള്ളത്. എന്തായാലും പോണ വഴിക്ക് നമ്മൾ ഒരുപാട് ഇങ്ങനെ പൂക്കളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു വൈറ്റ് കളറിലായിട്ട്. കേസ് നമ്മളപ്പോൾ അതെ ന്യൂജേഴ്സിയിലെ ഏറ്റവും വലിയ ചെറി ബ്ലോസം തോട്ടത്തിലെത്തിയിരിക്കുകയാണ്. എന്ത് തിരക്കാണെന്ന് അറിഞ്ഞവിടാ. പക്ഷേ തിരക്കിൻ്റേതായ പൂക്കളൊന്നും കാണുന്നില്ല. അതാണ് ഏറ്റവും വലിയ രസം. കൂടുതൽ വൈറ്റ് പൂക്കളാണ് ഇവിടെ കാണുക. കൂടുതലെന്ന് പറഞ്ഞാൽ വൈറ്റ് മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നണം കണ്ടിട്ട്. ഇപ്പം അങ്ങനെ നടന്നു കഴിയുമ്പോൾ എങ്ങനെയെന്ന് പറയാൻ പറ്റില്ല. എന്തായാലും കണ്ടു നോക്കും. വണ്ടിയൊക്കെ ഇടാൻ എന്തൊരു ബുദ്ധിമുട്ടായിരുന്നു എൻ്റെ പൊന്നെ. കുറേ നേരം ക്യൂ പോലെ കിടന്നിട്ടാണ് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം കിട്ടിയത്. അപ്പം എന്തായാലും നമുക്ക് നോക്കാം. ഇത് കണ്ട ഇവിടെയൊക്കെ ഉണങ്ങിയിരിക്കണല്ലേ. എനിക്ക് തോന്നണം പൂവായി വരുന്നുള്ളൂ എന്ന് തോന്നണം. നമ്മൾ വന്ന ഇത്തിരി നേരത്തെയാണോ നടരാസം നമ്മൾ വന്ന നേരത്തെയാണോ ചോദിച്ചാൽ കുടിങ്ങ് തുടങ്ങിയിട്ട് ഇപ്പോൾ 2 ആഴ്ച ആവുന്നു. ഇത്തിരി നേരത്തെയാണോ ചിലപ്പോൾ ആയിരിക്കും. അതാണ്. അയ്യോ അതെന്താ കാണണേ, ചില മരങ്ങളൊക്കെ ഇപ്പോഴും ഉണങ്ങിയിരിക്കണതാണ്. അപ്പോൾ ഗൈസ് ഇതാണ് വെൽക്കം സെൻറ്റർ. ഈ തോട്ടത്തിലാണ്ടോ നമ്മൾ വന്നേക്കണം. പക്ഷേ പൂക്കളൊക്കെ ഉണങ്ങി കരിഞ്ഞോണ്ടിരിക്കും.
കരിഞ്ഞല്ല, എനിക്ക് തോന്നണ ആയിട്ടില്ലെന്ന് തോന്നണം. പക്ഷെ നല്ല തിരക്കുണ്ട്. കണ്ട ഇത് വൈറ്റ് പിങ്ക് ആവണുള്ളൂ. ശരിയാണ്, ഇതേ നോക്കിയേ, പിങ്കിലേക്ക് കടന്നെടുക്കണുള്ളൂ. വാടിയത് ഇതിനൊക്കെ മേളായി വരുന്നുള്ളൂ. എന്താണ് അവസ്ഥയെന്ന് ഒരു പിടുത്തവും കിട്ടിയിട്ടില്ല. എന്തായാലും വൈറ്റ് കളറിലുള്ള പൂക്കളാണ്ടോ നമുക്കിവിടെ കൂടുതലും കാണാൻ കഴിഞ്ഞത്. വൈറ്റും പിന്നെ ചിലതൊക്കെ ഒരു ഇളം പിങ്കിലേക്കും കിടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ നമ്മൾ കയറിയിട്ടുള്ള പാർക്കിൻ്റെ ഈ ഏരിയയിൽ ഈ ഒരു കളറിലെ പൂക്കളായിരിക്കണം. കാരണം നമ്മൾ കഴിഞ്ഞ വർഷം ചെന്നപ്പോൾ അവിടെ മൊത്തം പിങ്കായിരുന്നു, വൈറ്റ് ഭയങ്കര കുറവായിരുന്നു. അപ്പോൾ ഓരോ ഏരിയയിലും ഓരോ തരത്തിലായിരിക്കുമല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞില്ല, 5000-ൽ പരം ചെറി ബ്ലോസം മരങ്ങളാണ് കേട്ടോ ഇവിടെ ഉള്ളത്. അതിൽ 16 ഇനങ്ങളുണ്ടെന്നും പറയുന്നുണ്ട്. അപ്പോൾ അത് ഓരോ സ്ഥലങ്ങളിൽ നടുമ്പോൾ അതനുസരിച്ചായിരിക്കുമല്ലോ കളറുകൾ വരുന്നത്. അപ്പോൾ അതേ അവിടെ തന്നെ കുട്ടികളുടെ ഒരു പ്ലേ ഏരിയ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാത്തൂന് അവിടെ കയറണമെന്നും പറഞ്ഞ് അങ്ങനെ കുറേ നേരം നമ്മളവിടെ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം നമ്മൾ വീണ്ടും ഇങ്ങനെ നടന്നിട്ടുണ്ട്. ഇത് ഒരുപാടുണ്ടേ നടക്കാനായിട്ട്. ഒരുപാടെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഏക്കർ കണക്കിനുള്ള ഒരു പാർക്കാണിത്. അപ്പോൾ നമുക്ക് എന്തോരം വേണമെങ്കിലും നടക്കാം, അവിടെ ഇരിക്കാം. പിന്നെ അതിൻ്റെ ഇടയിൽ ഇത് കണ്ടില്ലേ, കുറേ ഐസ്ക്രീമും പിന്നെ കുറേ ഐറ്റംസുകളൊക്കെ അവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ആളുകളൊക്കെ വന്നിട്ട് ഇങ്ങനെ എന്താ പറയുക, ഷീറ്റ്, ചെയർ അങ്ങനത്തെ കുറേ ഐറ്റംസുകളൊക്കെ വന്ന് ഇവിടെ ഇരിക്കുക, കിടക്കുക, അതൊക്കെയാണ് ചെയ്യുക. കാരണം ഫുള്ള് ഇങ്ങനെ മരങ്ങളാകുമ്പോൾ നല്ല തണലാണല്ലോ. അപ്പോൾ അതിൻ്റെ ചോട്ടിൽ ഇങ്ങനെ ഇരിക്കുകയും കിടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ മാത്രമേ ഉള്ളൂ ഇങ്ങനെ നടന്ന് കാഴ്ചയൊക്കെ കണ്ട് ഇങ്ങനെ പോണത്. ബാക്കിയുള്ളവരൊക്കെ അവിടെ ഇരിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ഒരു സീസൺ ടൈം ആയല്ല, എനിക്ക് മിക്കവാറും നമ്മൾ നേരത്തെ ആയിരിക്കണം എത്തിയിട്ടുണ്ടാവുക. എങ്കിലും എന്ത് തിരക്കാണെന്ന് പറഞ്ഞാൽ കിലോമീറ്ററുകളോളമാണ് നമ്മൾ വണ്ടിക്കൊക്കെ ഇടാൻ വേണ്ടി ക്യൂ ഒക്കെ നിന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇവിടെ അത്ര വലിയ പൂക്കളൊന്നുമില്ല. നമ്മൾ ചെറി ബ്ലോസം പൂക്കൾ കാണാൻ വന്നിട്ട് വൈറ്റ് പൂക്കൾ മാത്രമേ ഉള്ളൂ, പിങ്ക് പൂക്കളൊന്നുമില്ല. കഴിഞ്ഞ തവണത്തെ അത്രയും ഒരു ഭംഗിയൊന്നും തോന്നിയിട്ടൊന്നുമില്ല ഇത്തവണ. എനിക്ക് തോന്നണേ വൈറ്റ് ചിലപ്പോൾ പിങ്കായി വരുമായിരിക്കും. നമ്മൾ ഇത്തിരി നേരത്തെ വന്നുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും എനിക്കിത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ നല്ല തിരക്കാണ് കേട്ടോ. എന്തോരം ആൾക്കാരാണ് ഫുഡൊക്കെ കൊണ്ടുവന്ന് ഇന്ന് കഴിക്കണത്. ഇന്ത്യക്കാരും ഉണ്ട് ഈ കൂട്ടത്തിൽ. അപ്പോൾ എന്തായാലും ചെറി ബ്ലോസം കണ്ടില്ല എന്നുള്ളൊരു, ഈ വർഷം കണ്ടില്ല എന്നുള്ളൊരു വിഷമവും ഇല്ല. പിന്നെ അതൊക്കെ കണ്ടു. ഇതിലും പേരെ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലെ മരങ്ങളായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇതിലൊക്കെ പൂക്കൾ ഉണ്ടായി വരികയാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. പലരും പറയണത് ഓരോ വർഷം ഓരോ കാലാവസ്ഥ അനുസരിച്ചാണ് പൂക്കൾ ഉണ്ടാവണത്. ചിലപ്പോൾ കളർ പൂക്കളാവും. കളർ എന്ന് പറഞ്ഞാൽ പിങ്ക് നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ കാണിച്ചില്ലേ, ചിലപ്പോൾ വൈറ്റ് മാത്രമാവും. അങ്ങനെയൊക്കെയാണ് പറയണത്. എനിക്കറിയില്ല, ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഇവിടെ കുറച്ച് നേരമൊക്കെ ഒന്ന് നടന്ന് തിരിച്ച് പോകാമെന്നുള്ളൊരു ഇതിലാണ്. വെറുതെ ഇവിടെ നിന്നിട്ട് എന്തിനാ, പോരാത്തിന് നട്ടാപ്പുറം വെയിലും. ഇവിടെ വന്നിട്ട് ആകെ കണ്ട ഒരു മരമാണ്. ഇത് പ്യൂർ വൈറ്റ് ആണ് ഈ പൂവ്. ഇവിടെ എല്ലാവരും പട്ടിക്കുട്ടീനെയൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നേക്കണത്. നല്ല രസമുണ്ട് ഇതുങ്ങളെ കാണാനായിട്ട്. അതാണെങ്കിൽ ഇങ്ങനെ ഒതുങ്ങി അവിടെ ഇങ്ങനെ അനുസരണയോടുകൂടി നിൽക്കും. നമ്മുടെ മക്കൾ പോലും നിൽക്കൂല എത്ര അനുസരണയോടുകൂടി. അങ്ങനെയാണ് കേട്ടോ അതുങ്ങൾ നിൽക്കണത്. അവർ അതിൻ്റെ ഉടമസ്ഥർ പോണ പോലെ അതിൻ്റെ പുറകെ ഇങ്ങനെ പോവുക, ഇരിക്കുമ്പോൾ ഇരിക്കുക, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമുക്കും അതൊക്കെ കാണുമ്പോൾ ഒരു രസമുണ്ട്. ഞാനപ്പോൾ ഒരു വീഡിയോ എടുത്താണ്. അപ്പോൾ കേസ് എനിക്ക് ആകെ ഇഷ്ടപ്പെട്ടത് ആ വൈറ്റ് പൂ മാത്രമായിരുന്നു. ബാക്കിയൊന്നും ഒരു സുഖമില്ല കാണാനായിട്ട്. അങ്ങനത്തെ കുറേ ഉണ്ട് കേട്ടോ, വൈറ്റ് പൂവിൻ്റെ കുറേ കാണുന്നുണ്ട്. എല്ലാവരും ഇവിടെ ഇരിക്കുകയും കിടക്കുകയൊക്കെ ചെയ്യണം. ഷീറ്റൊക്കെ ആയിട്ടാണ് വന്നേക്കണം വീട്ടിൽ നിന്ന്. ഇത് വേണ്ട, ഷീറ്റൊക്കെ ആയിട്ടാണ് വന്നേക്കണം. അതിൽ ഇരിക്കുക, കിടക്കുക, ഫുഡ് കഴിക്കുക, അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ്. നമ്മൾ പിന്നെ ഒന്നും നിൽക്കണില്ല, നമുക്ക് പോണം. പാത്തു കുറേ പൂ കിട്ടിയല്ലോ. പാത്ത് നല്ല 2-3 പൂവൊക്കെ കഴിക്കലാക്കിയിട്ടുണ്ട്. മിക്ക ആളുകളും ഫുഡൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നേക്കണത്. ഷീറ്റൊക്കെ വിരിച്ച് അവിടെ ഇരുന്ന് ഇങ്ങനെ ഫുഡൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും നല്ല രസമുണ്ട്. ഫുഡ് കൊണ്ടുവന്നായിരുന്നെങ്കിൽ ഇവിടെ ഇരുന്ന് കഴിക്കാമായിരുന്നു എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്ന് ഓരോരുത്തർക്ക് ഇങ്ങനെ കഴിക്കണ കാണുമ്പോഴേ നമ്മൾ ലഞ്ചൊന്നും കഴിക്കാതെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. എന്തായാലും ലഞ്ച് കൊണ്ടുവന്നായിരുന്നെങ്കിൽ ഇവിടെ ഇരുന്ന് കഴിക്കാമായിരുന്നു, അടിപൊളിയായേനെ.
എന്തായാലും മിസ്സായി പോയി. അപ്പോൾ പിന്നെ ഇവിടെ കൂടുതലായിട്ട് കണ്ടത് വെഡ്ഡിങ് ഷൂട്ടുകളൊക്കെയാണ്. ഇവിടെ കാര്യം നമുക്ക് ഈ പൂക്കൾ അത്ര ഇതായിട്ട് തോന്നിയില്ലെങ്കിലും ഇവിടുത്തെ ആളുകൾക്ക് ഇതൊക്കെ വലിയ ഭംഗിയായിട്ട് തോന്നി കേട്ടോ. കാരണം വൈറ്റ് പൂക്കളാണ്, നല്ല ഭംഗിയുണ്ട് കാണാൻ. ചിലതൊക്കെ ഇങ്ങനെ കരിഞ്ഞു പോയിട്ട് അതാണ് എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമായില്ല എന്ന് ഞാൻ പറഞ്ഞാൽ. അതാ വൈറ്റ് പൂക്കളൊക്കെ അടിപൊളിയായിരുന്നു. അതുകൊണ്ട് വെഡ്ഡിങ് ഷൂട്ടുകളും അല്ലാതെ ഫോട്ടോസുകളും ഒക്കെ അതിൻ്റെ ഇടയിൽ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഗെയ്സ് നമ്മുടെ ഇവിടുത്തെ ഐസ്ക്രീം കടയാണ് കേട്ടോ ഈ കാണുന്നത്. പാത്തുവിന് അത് കണ്ടപ്പോൾ വേണമെന്നും പറഞ്ഞ് ഇവിടെയാണെങ്കിൽ ഒരുപാട് വെറൈറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിതേ 2 വെറൈറ്റി വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഒന്ന് ക്യാരമലാണ്, പിന്നെ ഒന്ന് വേറൊരു വെറൈറ്റിയും. പക്ഷേ ഇതിൻ്റെ ഉള്ളിലൊക്കെ സെയിം തന്നെയാണ് കേട്ടോ. പുറമെയാണ് അവരെന്തൊക്കെയോ ഐറ്റംസുകളൊക്കെ ഇങ്ങനെ വിതറി വേറെ പല പേരുകളിലൊക്കെയാണ് പറയണത്. വലിയ വെറൈറ്റി ആയിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. രണ്ടും ഒരേ ടേസ്റ്റ് തന്നെയായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഈ ഒരു ചൂടത്ത് നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് കഴിക്കാനായിട്ട്. ചൂടെന്ന് പറഞ്ഞാൽ അങ്ങനെ ഭയങ്കര ചൂടൊന്നും ആയിട്ടില്ല കേട്ടോ. ഇത് വെയിലൊക്കെ ഉണ്ട്, പക്ഷെ അതിൻ്റെ കൂടെ തണുപ്പും ഉണ്ട് താനും. നമ്മളിങ്ങനെ കുറേ അങ്ങോട്ട് നടന്നു കഴിയുമ്പോഴേ ഇങ്ങനെ വെയിലടിക്കുമ്പോഴുള്ള ഒരു ദാഹം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പിന്നെ ഐസ്ക്രീം കഴിക്കാമെന്ന് വിചാരിച്ചത്. നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ അവിടെയൊക്കെ ഇപ്പോഴും തണുപ്പൊക്കെ തന്നെയാണ്. നമ്മൾ അവിടെ നിന്ന് പോന്നപ്പോഴത്തേനും ഒക്കെ നല്ല തണുപ്പായിരുന്നു. ഇനിയിപ്പോൾ വൈകുന്നേരം അടുക്കും തോറും ഒക്കെ തണുപ്പ് ഇങ്ങനെ കൂടി വരും. ഇവിടെ ഇങ്ങനെ ചൂടിലേക്കൊന്നും ആയിട്ടൊന്നുമില്ല, എപ്പോഴും തണുപ്പൊക്കെ തന്നെയാണ്. ഈ കാണുന്ന ബിൽഡിങ് കണ്ടില്ലേ, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഇതൊരു പണ്ട് ഹോസ്പിറ്റലാണെന്നാണ് കേട്ടോ പറയണത്. ഇപ്പോൾ പക്ഷേങ്കിൽ അതൊക്കെ റിനോവേറ്റ് ചെയ്ത് ഒരു അപ്പാർട്ട്മെൻ്റ് ആക്കി മാറ്റിയിട്ടുണ്ട്. ഭയങ്കര ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് എന്നൊക്കെയാണ് പറയണത്. എന്തായാലും കാണാൻ നല്ല ഭംഗിയുണ്ട്. റോഡിലൂടെ പോയപ്പോൾ കണ്ടപ്പോൾ വീഡിയോ എടുത്താണ്. ഹോസ്പിറ്റൽ ഇടയ്ക്ക് വെച്ച് എന്തോ നിർത്തിപ്പോയി, പിന്നീട് അത് ഇങ്ങനെ വെറുതെ ഇട്ടിട്ട് പിന്നീട് അത് റിനോവേറ്റ് ചെയ്ത് അപ്പാർട്ട്മെൻ്റ് ആക്കി. അങ്ങനെയൊക്കെയാണ് കേട്ടോ ഓരോരോ കഥകൾ. എന്തായാലും നമുക്ക് അറിയാവുന്നതല്ലേ പറയണത്. നമ്മളിനി പോകുന്നത് ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നേരമൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട്, എങ്കിലും നമ്മൾ ഫുഡ് കഴിക്കാത്തതുകൊണ്ട് ഒരു റെസ്റ്റോറൻറ്റ് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ടാണ് കേട്ടോ നമ്മളിപ്പോൾ വന്നേക്കണത്. ഗേസ് നമ്മളങ്ങനെ അതേ ലഞ്ച് കഴിക്കാൻ വേണ്ടി ഒരു യമൻ റെസ്റ്റോറൻറ്റിൽ വന്നിട്ടുണ്ട്. വണ്ടി ഇടാൻ ഭയങ്കര പാടായിരുന്നു കേട്ടോ. ദൂരെ കൊണ്ടുപോയി വണ്ടി പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് ഇപ്പോൾ നടക്കണേണ്. ഭയങ്കര തിരക്കുള്ളൊരു റോഡ്. അപ്പോൾ എന്തായാലും യമൻ റെസ്റ്റോറൻ്റ് ആയതുകൊണ്ട് നമ്മൾക്ക് ഇന്ന് കുഴിമന്തി കഴിക്കാം. മന്തി കണ്ട, അതാണ് റെസ്റ്റോറൻറ്റ്. ഇവിടെ വന്നൊക്കെ ചുറ്റിക്കറങ്ങി തിരിച്ചു പോയി. കണ്ട് സ്ഥലമില്ല വണ്ടി ഇടാൻ. കണ്ട ഫുള്ള് തിരക്ക. ഫുഡ് കഴിക്കുന്ന ടൈമൊക്കെ കഴിഞ്ഞു പോയതുകൊണ്ട് റെസ്റ്റോറൻറ്റിൽ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, എങ്കിലും 1-2 പേരൊക്കെ ഉണ്ടായിരുന്നു. ഈ യമൻ റെസ്റ്റോറൻറ്റിൻ്റെ പ്രത്യേകതകളൊക്കെ ഞാൻ മുമ്പ് ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്, എങ്കിലും ഞാൻ പറയാം. ഈ യമൻ റെസ്റ്റോറൻറ്റിൽ വന്നു കഴിഞ്ഞാൽ മസ്റ്റായിട്ട് നമുക്ക് കിട്ടണതാണ് മട്ടൻ സൂപ്പ്. അതുപോലെ തന്നെ ഇവരുടെ ഒരു സ്പെഷ്യൽ ടീ ഉണ്ട് കേട്ടോ, അത് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. പിന്നെ മന്തി, ഇവരുടെ മന്തി നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇവിടുത്തെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ പോയാൽ പോലും ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു മന്തി എനിക്ക് കഴിക്കാൻ പറ്റിയിട്ടില്ല. ഏറ്റവും കൂടുതൽ ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത് യമൻ റെസ്റ്റോറൻറ്റിലാണ്. അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ എവിടെ പുറത്തു പോയാലും യമൻ റെസ്റ്റോറൻറ്റ് തപ്പി പിടിച്ച് നമ്മൾ മന്തി കഴിക്കാൻ വേണ്ടി പോകും. നമ്മുടെ ആ ഭാഗത്ത്, അതായത് നമ്മൾ താമസിക്കുന്നതിൻ്റെ ആ ഭാഗത്തൊക്കെ യമൻ റെസ്റ്റോറൻറ്റുകളൊക്കെ ഭയങ്കര കുറവാണ്. അപ്പോൾ നമ്മൾ ഇതേപോലെ ഏതെങ്കിലും ടൂറിസ്റ്റ് പ്ലേസിലൊക്കെ പോകുമ്പോൾ നമ്മൾ അവിടെ യമൻ റെസ്റ്റോറൻറ്റ് തപ്പി പിടിച്ചിട്ട് കഴിക്കാറുണ്ട്. നമ്മുടെ നാട്ടിലെ പോലെ ഇവിടെ മയോണൈസ് അതുപോലെ തക്കാളി ചട്നി അങ്ങനെയൊന്നും കിട്ടൂല കേട്ടോ. അവിടെ ഉള്ളത് ഒരു മുളക് ചമ്മന്തി പോലത്തെ ഒരു ചട്നിയാണ്. എന്തായാലും ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. നമ്മളങ്ങനെ അതൊക്കെ കഴിച്ചു. അവിടെ നിന്ന് ഇറങ്ങി അവിടെ നിന്നൊരു ടീയും നമ്മൾ എക്സ്ട്രാ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അവരുടെ ആ ഒരു ചായക്ക്, കുറേ മസാലകളൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഈ കാണുന്ന വീടുകളൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ ഫുള്ള് അറബിക്കാരുടെ വീടാണ് കേട്ടോ. അതായത് ന്യൂജേഴ്സിയിൽ പീറ്റർസൺ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇവിടെ മൊത്തം അറബികളാണ്. പലസ്തീൻകാർ, ഈജിപ്തുകാർ, യമൻകാർ, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. അവരുടെയൊക്കെ കടകളും റെസ്റ്റോറൻറ്റുകളും വീടുകളൊക്കെയാണ് കേട്ടോ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കാണാൻ കഴിയുക. നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഏകദേശം 1 മണിക്കൂർ യാത്രയുണ്ട് അങ്ങോട്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് നമുക്ക് മന്തി തിന്നെ അത്ര ആഗ്രഹമൊക്കെ വരുമ്പോൾ നമ്മൾ ഈ ഭാഗത്തൊക്കെ വരാറുണ്ട്. ഞാൻ മുമ്പ് വീഡിയോസിലൊക്കെ ഒരുപാട് ഞാൻ കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്രയും ദൂരെ വരലൊക്കെ ഭയങ്കര മടുപ്പാണ്. അപ്പോൾ അതുകൊണ്ട് വല്ലപ്പോഴും എത്തിയൊക്കെ ഇങ്ങനെ പോവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ വല്ല ടൂറിസ്റ്റ് പ്ലേസിലൊക്കെ പോയി കറങ്ങണ വഴി ഇതിലെ പോവേ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ മന്തിക്കട കാണുകയാണെങ്കിൽ നമ്മൾ യമൻ റെസ്റ്റോറൻറ്റിൽ കയറാറുണ്ട്. ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ ഇവിടെ കിട്ടും കേട്ടോ മന്തി, പക്ഷേ ഇത്രയും ടേസ്റ്റ് അങ്ങോട്ട് ഉണ്ടാവാറില്ല. നമ്മളങ്ങനെ ഒരുപാട് വെറൈറ്റീസ് കഴിച്ചുകൊണ്ടിട്ടാണോ നമ്മൾ പറയണത്. പോകുന്ന വഴിയിൽ ചില സ്ഥലങ്ങളിലൊക്കെ ഇലകളൊന്നും ആയി വന്നിട്ടില്ല കേട്ടോ. മരങ്ങളിലൊക്കെ ഇപ്പോഴും ഉണങ്ങിയ പോലെയൊക്കെ തന്നെയാണ് ഇരിക്കുന്നത്. പിന്നെ പിങ്ക് കളറിലെ പൂക്കളൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇത്തവണ നമുക്ക് പിങ്ക് പൂവ് മിസ്സായി പോയിട്ടുണ്ടായിരുന്നു. വൈറ്റ് മാത്രമേ കാണാൻ കഴിഞ്ഞുള്ളൂ.
നമ്മളിത്തിരി നേരത്തെ വന്നുകൊണ്ടാണെന്നാണ് കേട്ടോ എനിക്ക് തോന്നണത്. എന്തായാലും അടിപൊളിയായിരുന്നു പൂക്കൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അമേരിക്കയിലെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.